ഹലോ എവ്രി വൺ, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരാളെ ഗെറ്റ് ഔട്ട് അടിക്കുമ്പോൾ പോലും പ്ലീസ് എന്ന വാക്ക് ഉപയോഗിക്കണമെന്നാണ് ഇംഗ്ലീഷ് ഭാഷ നമ്മോട് കൽപ്പിക്കുന്നത്. സോ ഏതൊരു കാര്യം പറയുമ്പോഴും പ്ലീസ് എന്ന വാക്ക് കൂടി ഉപയോഗിക്കാൻ മറക്കാതിരിക്കുക. അത് ഒരു വാക്യത്തിൻ്റെ ആദ്യമോ ഇടയ്ക്കോ അവസാനമോ സന്ദർഭോചിതമായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ 50 ചെറുവാക്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടക്കക്കാർക്ക് എളുപ്പം ഇംഗ്ലീഷ് പഠിക്കാൻ ഈ വാക്യങ്ങൾ സഹായിക്കും. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന 50 വാക്യങ്ങളാണ് അവ. എല്ലാവരും അത് ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. നമുക്കിനി പാഠഭാഗത്തിലേക്ക് പോകാം. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇങ്ങ് വരൂ അല്ലെങ്കിൽ ഇവിടെ വരൂ. അതെങ്ങനെ പറയാം? കം ഹിയർ പ്ലീസ്, കം ഹിയർ പ്ലീസ്. ഇരിക്കൂ, ഇരുന്നാലും സിറ്റ് ഡൗൺ പ്ലീസ്, സിറ്റ് ഡൗൺ പ്ലീസ്. ഇരുന്നാട്ടെ, പ്ലീസ് ബി സീറ്റഡ്, പ്ലീസ് ബി സീറ്റഡ്. അകത്തേക്ക് വരൂ, കയറി വരൂ, ഗെറ്റ് ഇൻ പ്ലീസ് ഓർ കം ഇൻ പ്ലീസ്. ദൂരെ പോകൂ, ഗോ എവേ പ്ലീസ്, ഗോ എവേ പ്ലീസ്. പുറത്തു പോകൂ, ഗെറ്റ് ഔട്ട് പ്ലീസ്, ഗെറ്റ് ഔട്ട് പ്ലീസ്. അല്പം കൂടി കഴിക്കൂ, ഹാവ് എ ലിറ്റിൽ മോർ പ്ലീസ്, ഹാവ് എ ലിറ്റിൽ മോർ പ്ലീസ്. കുറച്ചുകൂടി കഴിക്കൂ, ഹാവ് സം മോർ പ്ലീസ്, ഹാവ് സം മോർ പ്ലീസ്. നിശബ്ദരായിരിക്കൂ, ബി ക്വൈറ്റ് പ്ലീസ്, ബി ക്വൈറ്റ് പ്ലീസ് ഓർ സൈലൻസ് പ്ലീസ്. മിക്ക സന്ദർഭങ്ങളിലും നമ്മൾ പറയുന്ന ഒരു വാക്യമാണ് വർത്തമാനം നിർത്തൂ, അല്ലെങ്കിൽ പറയും സംസാരം നിർത്തൂ. ഇതെങ്ങനെ പറയാം? സ്റ്റോപ്പ് ടോക്കിംഗ് പ്ലീസ്, സ്റ്റോപ്പ് ടോക്കിംഗ് പ്ലീസ്. എഴുന്നേൽക്കൂ, ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളോട് പറയുന്നതാണ് അല്ലേ? സ്റ്റാൻഡ് അപ്പ് പ്ലീസ്. കൈ ഉയർത്തൂ അല്ലെങ്കിൽ കൈ പൊക്കുവിൻ, ഹാൻഡ്സ് അപ്പ് പ്ലീസ്. സത്യം പറയൂ, ടെൽ ദ ട്രൂത്ത് പ്ലീസ്. ലൈറ്റ് കെടുത്തു, സ്വിച്ച് ഓഫ് ദ ലൈറ്റ് പ്ലീസ്. ലൈറ്റ് ഇടൂ, സ്വിച്ച് ഓൺ ദ ലൈറ്റ് പ്ലീസ്. ഉറക്കെ പറയൂ, സ്പീക്ക് ലൗഡ്ലി പ്ലീസ്. വൃത്തിയായി എഴുതൂ, റൈറ്റ് നീറ്റ്ലി പ്ലീസ്. എനിക്കൊരു പേന തരൂ, ഗിവ് മീ എ പെൻ പ്ലീസ്. വാതിൽ തുറക്കൂ, ഓപ്പൺ ദ ഡോർ പ്ലീസ്. ജനൽ അടയ്ക്കൂ, ക്ലോസ് ദ വിൻഡോ പ്ലീസ്. അവരെ തിരിച്ചു വിളിക്കൂ, കോൾ ദം ബാക്ക്. അവനെ വിളിക്കൂ അല്ലെങ്കിൽ വിളിച്ചാലും കോൾ ഹിം പ്ലീസ്. കുറച്ചുകൂടി പതുക്കെ നടക്കൂ, വാക്ക് എ ലിറ്റിൽ മോർ സ്ലോലി പ്ലീസ്. ഒന്നുകൂടി ചിന്തിക്കൂ, തിങ്ക് ഓവർ അഗെയിൻ പ്ലീസ്. അദ്ദേഹത്തെ ശല്യപ്പെടുത്തരുതേ, ഡോണ്ട് ഡിസ്റ്റർബ് ഹിം പ്ലീസ്. അതെടുക്കരുതേ, ഡോണ്ട് ടേക്ക് ഇറ്റ് പ്ലീസ്. അവിടെ നിൽക്കരുതേ, ഡോണ്ട് സ്റ്റാൻഡ് ദെയർ പ്ലീസ്. എഴുതാൻ മറക്കരുതേ, ഡോണ്ട് ഫർഗെറ്റ് ടു റൈറ്റ് പ്ലീസ്. അവളോട് കാത്തിരിക്കാൻ പറയൂ, ടെൽ ഹെർ ടു വെയിറ്റ് പ്ലീസ്. ഞങ്ങളോടൊരു കഥ പറയൂ, ടെൽ എസ് എ സ്റ്റോറി പ്ലീസ്. എനിക്ക് കുറച്ച് പണം തരൂ, ഗിവ് മീ സം മണി പ്ലീസ്. നിങ്ങളുടെ മേൽവിലാസം തരൂ, ഗിവ് മീ യുവർ അഡ്രസ് പ്ലീസ്. അവൾക്ക് വഴി കാണിച്ചു കൊടുക്കൂ, ഷോ ഹെർ ദ വേ. ഈ കാശ് അദ്ദേഹത്തിന് കൊണ്ടുചെന്ന് കൊടുക്കൂ, ടേക്ക് ദിസ് മണി ടു ഹിം പ്ലീസ്. നീ നിൻ്റെ കാര്യം നോക്ക്, മൈൻഡ് യുവർ ഓൺ ബിസിനസ് പ്ലീസ്. സാക്ഷിയെ വിളിക്കൂ, കോൾ ദ വിറ്റ്നസ് പ്ലീസ്. ഈ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോകൂ, ടേക്ക് ദീസ് ബുക്സ് എവേ പ്ലീസ്. എന്നെ നാളെ രാവിലെ വന്ന് കാണൂ, മീറ്റ് മീ ടുമോറോ മോർണിംഗ്. ഈ പ്ലേറ്റുകൾ കഴുകൂ, വാഷ് ദീസ് പ്ലേറ്റ്സ് പ്ലീസ്. കുറച്ച് ചായ ഉണ്ടാക്കൂ, മേക്ക് സം ടീ പ്ലീസ്. ഈ മഗ്ഗിൽ വെള്ളം നിറയ്ക്കൂ,
ഫിൽ ദ മഗ് വിത്ത് വാട്ടർ പ്ലീസ്. ഇതൊന്ന് വിശദീകരിക്കാമോ? വിൽ യു പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ്? പോസ്റ്റ് ഓഫീസിൽ പോയി എനിക്ക് കുറച്ച് സ്റ്റാമ്പ് വാങ്ങി വരാമോ? വിൽ യു പ്ലീസ് ഗോ ടു ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ബൈ സം സ്റ്റാമ്പ്സ്? എനിക്ക് ഒരു കപ്പ് ചായ കൊണ്ടുവന്ന് തരാമോ? വിൽ യു പ്ലീസ് ബ്രിങ് മീ എ കപ്പ് ഓഫ് ടീ? നിങ്ങൾ 5 മണിക്ക് ഇവിടെ ഉണ്ടായിരിക്കണം. ബി ഹിയർ അറ്റ് 5 o'clock. ദയവായി ആവർത്തിക്കൂ. ബെഗ് യുവർ പാർഡൺ. ഞാൻ പൊയ്ക്കോട്ടെ. മേ ഐ ലീവ്? ഞാൻ നോക്കട്ടെ. ലെറ്റ് മീ സീ. അല്പമൊന്ന് നീങ്ങിയിരിക്കാമോ? വിൽ യു പ്ലീസ് മൂവ് എ ബിറ്റ്? എനിക്കൊരു ഉപകാരം ചെയ്യുമോ? വിൽ യു പ്ലീസ് ഡു മീ എ ഫേവർ?